ഡോക്ടർമാർ തൊട്ട് അശുദ്ധമാക്കിയ ശേഷവും കുടുംബത്തിൻ്റെ താല്പര്യപ്രകാരം വലിയ ചടങ്ങുകൾ നടക്കുന്നു, മഹാസമാധി സംഘടിപ്പിക്കുന്നു, വലിയ വലിയ സ്വാമിമാർ അവിടെ പങ്കെടുക്കുന്നു, ഋഷിപീഠമൊക്കെ ഒരുക്കുന്നു. അതൊക്കെ അതേ അർത്ഥത്തിൽ തന്നെ മാധ്യമങ്ങൾ ലൈവായി കവറേജ് കൊടുക്കുകയാണ്. സത്യത്തിൽ മാധ്യമങ്ങൾ ആരെയാണ് ഈ എൻഡോസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഒരു തർക്കമുണ്ടായി, തർക്കമല്ല ഒരു പരാതി ഉണ്ടായി. ഒരാൾ മരിക്കുന്നു, അയാളെ സമാധി ഇരുത്തി എന്ന് അയാളുടെ മക്കൾ അവകാശപ്പെടുന്നു. എന്നിട്ടൊരു പോസ്റ്റർ അടിച്ച് പ്രസിദ്ധീകരിക്കുന്നു. നാട്ടുകാർക്ക് യുക്തിസഹമാണോ അല്ലയോ എന്നുള്ളൊരു സംശയമുണ്ടായി. ശരിക്കും മരിച്ചതാണോ അതോ കൊലപാതകമാണോ, ഇവിടെ വന്നിരുന്ന് മരിച്ചു എന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അങ്ങനെ നാട്ടുകാരൊരു പരാതി കൊടുക്കുന്നു. ഈ പരാതി സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന് അന്വേഷിക്കേണ്ടതാണ്. സ്റ്റേറ്റ് അത് അന്വേഷിക്കുന്നു. അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ അവിടെ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു എന്താ പറയുക വാർത്തയായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. നാട്ടുകാരിത് അറിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലത്ത് എല്ലാവരും അറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. മുമ്പായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 10-30 കൊല്ലം മുമ്പാണെങ്കിൽ പത്രത്തിൻ്റെ ഒരു ലോക്കൽ പേജിൽ ഒരു ചെറിയ വാർത്ത മാത്രമായിട്ട് അവസാനിക്കാവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് പുതിയ കാലമാണ്. മത്സരിക്കുന്ന ഒരുപാട് ടെലിവിഷൻ ചാനലുകളുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അറിഞ്ഞു. അതുകൊണ്ട് ഇതൊരു പാൻ കേരള വാർത്തയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം കഴിയുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി എന്നറിയാനുള്ളൊരു ആഗ്രഹം നാട്ടുകാർക്കുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ തുടർ വാർത്ത എന്താണ് എന്ന് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്. തുടർ വാർത്ത എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആകെ 4 വരിയിൽ തീർക്കാവുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, നെയ്യാറ്റിൻകരയിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഫ്രീസറിൽ വച്ചു. പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബന്ധുക്കൾ മക്കൾ പോയി ആ ബോഡി സ്വീകരിച്ചു. അവർ കൊണ്ടുപോയി മഹാസമാധി എന്നുള്ള പേരിൽ സംസ്കരിച്ചു. ഇത്രയും കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പണി. നാട്ടുകാർക്ക് ഇത്രയേ അറിയേണ്ടതുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താ പറയുക സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ മാത്രമേ അറിയേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയേണ്ടുള്ളൂ. അതിനു മുമ്പ് ഇത്രയേ ഉള്ളൂ. നെയ്യാറ്റിൻകരയിലെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഫോറൻസിക് സർജന്മാർ എവിടെ വെച്ചാണോ പോസ്റ്റ്മോർട്ടം നടത്തിയത്, അതിനുശേഷം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചു. പിറ്റേ ദിവസം ബന്ധുക്കളെ ഏറ്റുവാങ്ങി അത് ഇനിയിപ്പോൾ ഘോഷയാത്രയായി കൊണ്ടുപോയി സംസ്കരിച്ചു എന്നാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇതിനപ്പുറം വേറെ യാതൊരു കാര്യവും നാട്ടുകാർക്ക് അറിയേണ്ടതില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതാണോ ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. നെയ്യാറ്റിൻകരയിലെ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഇത് പുറത്തേക്ക് ഇറക്കുമ്പോൾ മുതൽ ലൈവ് കൊടുക്കാൻ എന്ത് ഇൻട്രസ്റ്റാണ്, എന്ത് പൊതു താല്പര്യമാണ് ഈ സംഗതിയിലുള്ളത്, എന്താ പറയുക നമ്മുടെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന വിധത്തിലുള്ള എന്ത് എലിമെൻ്റാണ് ഇവിടെയുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മീഡിയാസ് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അത് അഡ്രസ്സ് ചെയ്തതായിട്ട് കാണുന്നില്ല. അതുപോലെ ഞാൻ ഇന്നലൊരു കുറിപ്പ് വളരെ കാലത്തിന് ശേഷം ഫേസ്ബുക്കിലിട്ടിരുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പാരമ്പര്യം അവകാശപ്പെടുന്ന മലയാള മനോരമ പോലൊരു പത്രത്തിൻ്റെ ഓൺലൈൻ പതിപ്പ് എത്ര നേരമാണ് ഈ പറയുന്ന വാർത്ത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മുകളിൽ കൊടുത്തത്. അത് മുകളിൽ കൊടുക്കുക മാത്രമല്ല, അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ചുവന്ന ബാൻഡിൽ ലൈവ് എന്ന് പ്രത്യേകം എഴുതി കാണിച്ചിരുന്നു. അതായത് ലൈവായിട്ട് ഈ സംഗതികൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ മാധ്യമം അത് വായിക്കുന്ന ആളുകളോട് പറയുന്നത്. തത്സമയം അപ്ഡേറ്റ് ചെയ്യാൻ പാകത്തിൽ പ്രധാനപ്പെട്ട എന്തോ ഒരു സംഗതി, അതായത് സംസ്ഥാനത്തെ സംബന്ധിച്ച്, സംസ്ഥാനത്ത് അധിവസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച്, ഈ സംസ്ഥാനം ഉൾപ്പെടുന്ന രാജ്യത്തെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് ഞങ്ങളിതാ തത്സമയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ മാധ്യമം അതിൻ്റെ വായനക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊക്കെ പാതിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളതിന് മറുപടി പറയേണ്ട ബാധ്യത ഈ മാധ്യമങ്ങൾക്കുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് വെറുതെ സംഭവിക്കുന്നതല്ല. ഇതിപ്പോൾ അവിടെ ഒരു തർക്കമുണ്ടായി, പരാതി ഉണ്ടായി, പോലീസ് അന്വേഷണം ഉണ്ടായി, അന്വേഷണത്തിൽ ഒരു പോലീസിനെ തടയാനുള്ള ശ്രമം ഉണ്ടായി, അവിടെ എന്താ പറയുക ഈ പരാതി കൊടുത്തത് മുസ്ലിം തീവ്രവാദികളാണെന്നുള്ള ആക്ഷേപം ഉണ്ടായി. ആക്ഷേപമല്ല, അങ്ങനെ അലിഗേറ്റ് ചെയ്തു.
ഇതുകൊണ്ടൊക്കെ ഇതിൻ്റെ തുടർ വാർത്ത എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവം ഏത് വിധത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണമായിട്ട് നമ്മളിതിനെ കാണണം. ഇതൊരു ആചാരമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. ഈ ആചാരം ചില സംഘടനകളുടെ അല്ലെങ്കിൽ ചില ഐഡിയോളജിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഹിന്ദുത്വ ഐഡിയോളജിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം, അത് ഏറ്റെടുക്കാൻ ഈ സൊസൈറ്റിയിൽ ആളുകളുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, അത് വലിയ സംഭവമായിട്ട് നമ്മൾ പിന്തുടരേണ്ടതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ഒരു പ്രശ്നം. സമൂഹത്തെ ഇപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ, സയൻസ് കോൺഗ്രസിൽ വന്നിട്ട് പ്രധാനമന്ത്രി വേദകാലത്ത് വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നത് വേദകാലത്താണ്, അങ്ങനെയാണ് ഗണപതിയുടെ തല മാറ്റി വെച്ച ശസ്ത്രക്രിയ ഉണ്ടായത് എന്ന് സയൻസ് കോൺഗ്രസിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്, അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി വന്നിട്ട് അതിനെ സാധൂകരിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന, അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി മാത്രമല്ല വേറെയും കോടതികളിലെ ജഡ്ജിമാർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ആചാരങ്ങൾ എന്ന പേരിൽ അനുഷ്ഠിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളെ നമ്മുടെ മാധ്യമങ്ങൾ വലിയ തോതിൽ കവർ ചെയ്തുകൊണ്ട്, വലിയ കവറേജ് കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതാണ് ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ഇതാണോ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുക തന്നെ വേണം.